ഹലോ ഗൈസ്, സന്തോഷ് വ്ളോഗ്സിൻ്റെ പത്രപാരായണത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച, കർക്കിടകം 13. അപ്പം നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. പ്രധാനമായിട്ട് ഇന്ന് മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഉയരായിരുന്ന ഊരാലിങ്കലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപകമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ മരണവാർത്ത, നമ്മുടെ വളർത്തിയ ചെയർമാനായിരുന്ന രമേശ് പാലേരി 66 അന്തരിച്ചു എന്ന് പറയുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് മേലെ വിറ്റുവരുമാനം ഉണ്ടായിരുന്ന സ്ഥാപനത്തേത്, അത് 1 കോടിക്ക് മേലെ എന്ന് പറഞ്ഞാൽ തുടക്കമുണ്ട്. 1.5 കോടി രൂപ വിറ്റുവരുമാനം ഉണ്ടായിരുന്ന സംഘം 1700 കോടി രൂപ വരുമാനമുള്ള സ്ഥാപനമായി പടർന്ന് പന്തലിച്ചു 18,000 പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഊരാലിങ്കിൻ്റെ ഒരു പ്രവർത്തനം പ്രത്യേകമായിട്ട് ഞാൻ ഈ ഒരു വാർത്തയിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഘടകമാണ്. ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞത്, അത് നമ്മൾ വെറുതെ കൊടുക്കുന്നതിനേക്കാട്ടിലും മഹത്തരമാണ്. ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതം തന്നെ വേറെ ലെവലിലേക്ക് പോകുന്നതാണ്. വിട വാങ്ങിയത് ഊരാലിങ്കൽ ലേബർ സൊസൈറ്റിയിലെ ലോകോത്തരമാക്കിയ വ്യക്തി. സംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. സർവേശിന് വെള്ളി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈജമ്പിൽ വെള്ളി നേടിയ സർവേശിന്റെ ഫോട്ടോ മാതൃഭൂമി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. പൊന്നടിഞ്ഞ് ഷാർമിള ധൻഗർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും കിട്ടി. ഇ ഡി ആക്രമിച്ച കേസ് ജാമ്യ ഹർജി തള്ളി എന്ന് പറയുന്നുണ്ട്. ഇഡിനെ ആക്രമിച്ച കേസ് ജാമ്യ ഹർജി തള്ളി. അത് ശരിക്കും നമുക്കൊരു പക്വതയില്ലായ്മയാണ്. നമ്മൾ രാഷ്ട്രീയപരമായി ഏത് സമരങ്ങളിലും മുന്നണിയിൽ നിൽക്കണം, അതിന് പ്രവർത്തിക്കണം, അതിലപ്പുറത്തേക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ നമുക്കൊരു പ്രായോഗിക ചിന്താഗതി വേണം. നമ്മൾ ആരെയാണ് ആക്രമിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ആണെന്ന്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പണം കിട്ടിയിട്ടൊന്നും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല. പണം കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ കുടുംബനാഥൻ്റെ സാന്നിധ്യം വീട്ടിൽ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുടുംബനാഥൻ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നാലേ അതിനുള്ള സാന്നിധ്യം സമ്പൂർണ്ണമാവുകയുള്ളൂ. അജിത് കുമാറിന്റെ സസ്പെൻഷന് സ്റ്റേ ഇല്ല എന്ന് പറയുന്നുണ്ട്. നീറ്റ് പ്രതിഷേധത്തിൽ സുപ്രീം കോടതി, അന്വേഷണം തുടരാം, അറസ്റ്റിന് വിലക്ക്, ഉത്തരവ് സ്വീകാര്യമല്ലെന്ന് CJP കേസുകൾ റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഉത്തരവിലുള്ളത് കേസുകളിൽ അന്വേഷണം തുടരാം, അറസ്റ്റ് നടപടികൾ പാടില്ല, എന്നാൽ ഇത് കുറ്റകൃത്യ ചരിത്രമുള്ളവർക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അറസ്റ്റിലായവരിൽ കുറ്റകൃത്യ ചരിത്രമല്ലാത്ത 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കണം എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ പരാമർശമാണ് കേട്ടോ. പ്രതിഷേധങ്ങളുടെ CCTV ദൃശ്യങ്ങൾ, ഡ്രോൺ ദൃശ്യങ്ങൾ, ശരീരത്തിൽ ഘടിച്ച ക്യാമറ റെക്കോർഡിങ്ങുകൾ, വീഡിയോകൾ, വയർലെസ് ആശയവിനിമയ രേഖകൾ, PCR രേഖകൾ എന്നിവ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചത് സംരക്ഷിക്കണം. ഇവ താൽക്കാലം പുറത്തു വിടരുതെന്ന് കോടതി പറയുന്നുണ്ട്. കേസുകൾ പിൻവലിക്കുമെന്ന ഉറപ്പ് കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടില്ല. അതും ഒരു. പിന്നെ നമ്മുടെ ഐഷിയെ തേടി AKG ഭവനിൽ പോലീസ് തടഞ്ഞ നേതാക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അത് വ്യക്തിപരമായിട്ട് അതിന് നിയമസാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടായിരിക്കും അത്ര സ്പഷ്ടമായിട്ട് അവിടെ നിന്ന് ജോൺ ബ്രിട്ടാസ് അത്ര സ്പഷ്ടമായിട്ട് അതിനെക്കുറിച്ച് പറയുക. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഈ ഐഷിയെ തേടി AKG ഭവനിലെത്തിയ പോലീസിനെ ജോൺ ബ്രിട്ടാസ് തടയാനുള്ള അവർ ബാഡ്ജ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ എന്താ പറയുക, അവർ യൂണിഫോമിലല്ലായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമം അറിയാവുന്ന ആളാണ് എന്നുള്ള തലത്തിലായിരിക്കും ജോൺ ബ്രിട്ടാസ് അത്ര സ്പഷ്ടമായിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. MDMA ഇടപാട്, അധ്യാപകരടക്കം 2 പേർ അറസ്റ്റിൽ. ഈ വാർത്ത വളരെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കളിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നമ്മൾ ഈ സംഭവമൊക്കെ വായിക്കണം കേട്ടോ. നമ്മുടെ ഇടയിൽ ഇടപെടുന്ന അധ്യാപകർ, എല്ലാവരും അധ്യാപകരൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. അധ്യാപകരെല്ലാം നല്ല കഴിവും മക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് അധ്യാപകരുള്ളിടത്ത് അത്യാഗ്രഹിയായ കുറച്ച് ആൾക്കാർ, ഇവർക്ക് എത്രത്തോളം സാലറി ഉണ്ട്, ഇവർക്ക് ഫുൾ ടൈം വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ സാലറി സർക്കാർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവരെയൊക്കെ നോക്കിയ വകയിലാണ് സർക്കാരുകളെല്ലാം, ഇവരെ സംരക്ഷിച്ച വകുപ്പിലാണ് സർക്കാരുകളെല്ലാം ഈ കോലത്തിലായത്. അത് നമ്മൾ മറന്നു പോകണ്ട. കൊറോണയൊക്കെ നമ്മുടെ പുറയിലുണ്ട്. ഇവരെല്ലാം അവിടെ ഇരിക്കുമായിരുന്നു. ഇവരെല്ലാം അത് കീറിക്കളഞ്ഞിട്ട് കത്തിച്ചെല്ലാം കളഞ്ഞ ടീമുണ്ട്. എല്ലാവരും അല്ല, ഇവരിൽ ചിലവർ പേപ്പറെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് അല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഇരിപ്പുണ്ട്. വടകര MDMA ഇടപാടിൽ അധ്യാപകരടക്കം 2 പേർ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര BRCയിലെ സോഷ്യൽ
എഡ്യൂക്കേറ്റർ ആവള കുട്ടോത്തെ, വലിയ പറമ്പിൽ BP നിഷ, 30 വയസ്സ്. 30 വയസ്സേ ഉള്ളൂ കേട്ടോ. ഇരിട്ടി കോഴുവള പേരട്ടയിലെ ജിജിൽ കുര്യാക്കോസ് 23 എന്നിവരെയാണ് വടകര ഇൻസ്പെക്ടർ. ഇവരൊക്കെ പ്രായമാണ് ഒരു പ്രധാന ഘടകം കേട്ടോ. എവിടെയാണ് നമ്മളൊക്കെ സംരക്ഷിക്കപ്പെടുക എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ഒരുപാട് വിഷയത്തെ 52,000 കോടി നൽകും ഒത്തുതീർപ്പിന് ജോൺസൺ ആൻഡ് ജോൺസൺ ടാൽക്കം പൗഡർ ഉപയോഗത്തിലൂടെ അർബുദം. അങ്ങനെ 52,000 കോടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ. ഈ പൗഡറിന്റെ ഉപയോഗത്തിലൂടെ അർബുദം ആ വിഷയത്തിൽ അവർ 52,000 കോടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പുലി കൂട്ടിലായതിൻ്റെ ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഇന്ന് എൻ്റെ ദിനമായിരുന്നില്ല. അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴിയിൽ 1 മാസമായി നാട്ടുകാരെ വിറപ്പിച്ച പുലി ഒടുവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയപ്പോൾ ജൂണിൽ ഇവിടെ പലതവണ പുലി എത്തിയിരുന്നു. ഇതോടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് പിടിച്ചെങ്കിലും പുലിയുടെ ശരീരമൊട്ടും കുറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ? പിടിച്ചെങ്കിലും പുലിയുടെ ശൗര്യമൊട്ടും കുറഞ്ഞിരുന്നില്ല. നാക്കുവഴിയാണ്, ക്ഷമിക്കണം. എല്ലാവർക്കും പറ്റുന്ന പോലെ എനിക്കും പറ്റി. ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. ശൗര്യമൊട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി വീണ്ടും നാളെ കാണുമ്പോഴേക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഗുഡ് നൈറ്റ്. ബബായ്.